നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. എന്ത് വില കൊടുത്തും ഈ പ്രണയബന്ധത്തിനെ സംരക്ഷിക്കുവാൻ ഈ വ്യക്തി തയ്യാറാകുന്നു. ഈ വ്യക്തിയുടെ പ്രയത്നങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നമുക്ക് ഏറ്റവും നന്നായി കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും എല്ലാ തരത്തിലുമുള്ള പിന്തുണകൾ തന്നെയാണ്. ഈ വ്യക്തി ആദ്യമൊക്കെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ വേണ്ടുന്നത്ര അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ നന്നായി പരിശ്രമിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതിനെയെല്ലാം മറികടക്കാൻ പറ്റുമോ എന്ന് പോലും ഈ വ്യക്തി വിചാരിച്ചിരുന്നില്ല. പക്ഷെ എങ്കിൽ പോലും അതിനെയെല്ലാം മറികടക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ വ്യക്തിയെ തേടിയെത്തുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തിയെ തേടി എത്തിയിരിക്കുന്നു. നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലും മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാകുന്ന ഒരുപാട് സാധ്യതകൾ ഈ വ്യക്തിയിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം ഈ വ്യക്തിക്ക് ഉണ്ടാകുമെന്ന് ഈ വ്യക്തി ഒരിക്കലും പ്രതീക്ഷിച്ചതുമല്ല. ഇവിടെ തുറന്നുള്ള ഒരു സംസാരത്തിനായി ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. ഈ വ്യക്തിയുടെ ഹൃദയം തുറക്കുവാനായി എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് മുന്നിൽ തന്നെയാണ്. നിങ്ങളോട് തുറന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുഖകരമായതും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ പ്രണയബന്ധത്തെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിലുള്ള മാനസികപരമായ അടുപ്പം തന്നെയാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള അടുപ്പം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റാരും ഈ ഒരു പ്രണയബന്ധത്തിലേക്ക് കടന്നു വന്നാലും നിങ്ങൾക്ക് അകന്നു പോകാനൊന്നും സാധിക്കുകയില്ല. കുറച്ചു നേരത്തേക്കോ അല്ലെങ്കിൽ കുറച്ചാഴ്ചകളിലേക്കോ മാസങ്ങളിലേക്കോ മാത്രമേ അകന്നു പോകാൻ കഴിയുകയുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരിക തന്നെ ചെയ്യും. ഇത് പ്രപഞ്ച ശക്തിയുടെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഒരു അദൃശ്യ ശക്തി ഈ പ്രണയബന്ധത്തെ നന്നായി തന്നെ പിന്തുണയ്ക്കുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇവിടെ മാലാഖമാർ പറയുന്നത് പോലും ഈ പ്രണയബന്ധത്തിൽ അപ്രതീക്ഷിതമായ ചില ഭാഗ്യ നേട്ടങ്ങളും സന്തോഷ വാർത്തകളും വിജയവും വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ വിജയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒരു അനുഗ്രഹമായി തീരുന്ന ഒരു സമയം തന്നെയാണ്. ഈ വിജയം എന്ന് പറയുന്നത് ഈ പ്രണയബന്ധത്തിൽ നിങ്ങൾ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ പ്രണയബന്ധത്തിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ ആ ഒരു കാര്യം തന്നെയാണ് മാനിഫെസ്റ്റായി നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നത്. ഇവിടെ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് അനുകൂലമായി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതികൂലമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തിരുത്തിക്കൊണ്ട് അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയും അതിനനുസരിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഒരു ലീഡിംഗ് എനർജിയിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് തൻ്റെ ജീവിതത്തെ നന്നായി തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള നല്ല ഒരു ഉത്തമ പുരുഷനോ ഉത്തമ സ്ത്രീയോ ആയി മാറുകയാണ് ഈ വ്യക്തി ഇപ്പോൾ. ഇത് തീർത്തും ഈ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പൂർണ്ണചന്ദ്രനെ പോലെ ഇവിടെ വളരെയധികം ഉയർന്ന രീതിയിൽ നിൽക്കുന്നത് ഈ വ്യക്തി തന്നെയാണ്. പൂർണ്ണചന്ദ്രന്റെ ഊർജത്തോടെ ഈ പ്രണയബന്ധത്തിലേക്ക് അതിശക്തമായി നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനും ഈ പ്രണയബന്ധത്തെ സപ്പോർട്ട് ചെയ്യുവാനും സംരക്ഷിക്കുവാനും ഈ വ്യക്തി തയ്യാറാകുന്നു.
നിങ്ങളുമായി ഒരു ദൂരയാത്ര നടത്തണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ തീർത്ഥാടനമായിരിക്കാം, ഇഷ്ടപ്പെട്ട അമ്പലങ്ങളിലോ പള്ളികളിലോ സന്ദർശിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വിനോദസഞ്ചാരത്തിന് വേണ്ടി പോകുന്നതും ആയിരിക്കാം. ഇത്തരം കാര്യങ്ങളിലോട് ഈ വ്യക്തിക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത് നിങ്ങളെ തന്നെയാണ്. ഇത് നമുക്ക് ഏറ്റവും നന്നായി കാണുവാൻ കഴിയുന്നു. ഇത് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെ കൊണ്ട് സാധിക്കുമെന്നും താൻ ഇതിൽ 100% വിജയം കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഈ വ്യക്തിയുടെ ആത്മവിശ്വാസം തന്നെയാണ് ഈ പ്രണയബന്ധത്തിന്റെ ആത്മാവ്. ഈ പ്രണയബന്ധം കുറെ കാലം തകർന്നടിഞ്ഞ് നിന്നുപോയതായി കാണിക്കുന്നുണ്ട്. അത് പലപ്പോഴും പുനരുദ്ധാനം ചെയ്യാൻ ഈ വ്യക്തിയോ നിങ്ങളോ ശ്രമിച്ചിട്ട് പോലും അത് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നു. പക്ഷേ ഒരുപാട് പോരായ്മകളും ഇല്ലായ്മകളും ഈ പ്രണയബന്ധത്തിൽ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ മാറ്റിയെടുത്തുകൊണ്ട് പരിപൂർണമായിട്ടുള്ള ഊർജത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് വളരെ നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ, നിങ്ങളുമായിട്ടുള്ള കാര്യത്തിൽ ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങളാണ് ഈ വ്യക്തി ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാനും ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എന്തുകൊണ്ടോ പോസിറ്റീവായ കാര്യങ്ങളെ മാത്രമാണ് ഈ വ്യക്തി ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു ആകർഷണം എന്നേക്കുമായിട്ടുള്ള ഒരു പോസിറ്റീവായ വിജയത്തിലേക്ക് തന്നെയാണ് വഴി തെളിയിക്കുന്നത്. ഇവിടെ പൂർവികരുടെ അനുഗ്രഹം നമുക്ക് വളരെ നന്നായി തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. അത് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നോ നിങ്ങളിൽ നിന്നോ ആയിരിക്കാം. എങ്കിൽ പോലും പൂർവികരുടെ അനുഗ്രഹം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ സ്ത്രീകളുടെ ഊർജമാണെങ്കിൽ പോലും വളരെയധികം പുരുഷന്റെയും സ്ത്രീയുടെയും എനർജി കലർന്നിട്ടുള്ള വളരെ അതിശക്തമായിട്ടുള്ള ഊർജമായിട്ടാണ് കാണപ്പെടുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എന്നീ പറയുന്ന രാശിക്കാരുടെ ഊർജമാണ് നമുക്ക് ഏറ്റവും നന്നായി കാണുവാൻ സാധിക്കുന്നത്. മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോഴാണ് ഏതൊരു പ്രണയബന്ധവും ദൃഢതയിലേക്ക് വരുന്നതെന്നും അതിനു വേണ്ടിയിട്ട് താൻ ഏതറ്റവും പോകുമെന്നും ഉള്ള ചിന്താഗതിയോടെയാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. എന്തിനും വിജയം കണ്ടെത്തുവാനുള്ള ആ ഒരു മനസ്സ് അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ മതിയാകൂ. എന്തൊക്കെ പ്രതിസന്ധികളും തെറ്റിദ്ധാരണകളും ഈ പ്രണയബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിലൊക്കെ വിജയം കൈവരിക്കുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. ഈ വ്യക്തിയുടെ ആഗ്രഹം ഒരിക്കലും എവിടെയും വെച്ച് നിർത്തിക്കളയുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. കാരണം ഈ വ്യക്തിക്ക് നന്നായിട്ടറിയാം ഈ പ്രണയബന്ധം മാത്രമാണ് ഈ വ്യക്തിയുടെ ജീവിതം എന്നുള്ളത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, കമന്റ്, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.